എന്താ അവർ നിങ്ങളോട് ആദ്യം പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് പുനരധിവാസത്തിന് 3 സെൻറ്റ് സ്ഥലം ഈ ആന്തൂർ വില്ലേജ് അല്ല ആന്തൂർ പഞ്ചായത്തിൽ ഒരു കാര്യം തരാം മുനിസിപ്പാലിറ്റിയിൽ. പിന്നെ ഞങ്ങൾ വീട് വേറെ എവിടെ മാറി താമസിക്കുന്നതെങ്കിൽ അതിനുള്ള വാടക തരാം. ഇങ്ങനെയുള്ളതായിരുന്നു പറഞ്ഞത്. അത് വീണ്ടും ആ സാറന്മാരോട് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു അതെല്ലാം വരാനുണ്ട് എത്രയെന്നാണ് പറഞ്ഞത്. അതെപ്പോൾ വരുമെന്ന് അറിയില്ല നമുക്ക്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഷെഡ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ താമസിക്കുകയും. അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ തൽക്കാലം ഈ ഷെഡിൽ താമസിക്കുകയാണല്ലേ? തൽക്കാലം ഈ ഷെഡിൽ താമസിക്കും. ഇതിൽ നിങ്ങൾക്ക് പിന്നെ എത്ര അവർ തരാമെന്ന് പറയുന്നത് സെൻറ്റിന്? 90,000 ഒരു സെൻറ്റിന്. അപ്പോൾ പിന്നെ ഇതിൽ 90,000-ൽ വെറും ഭൂമി മാത്രം അല്ലേ? അതേസമയം ഈ പ്രദേശത്ത് ഒരു സെൻറ്റ് സ്ഥലത്തിന് എത്ര രൂപ ഉണ്ട്? 7 ലക്ഷം 8 ലക്ഷത്തോളം പറയുന്നുണ്ട്. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് തരുന്ന 90,000 രൂപ. ഓക്കെ. നിങ്ങളുടെ ഈ ഭൂമിക്ക് അവരെത്ര വില പറയുന്നത്? അവർ പറയുന്ന വില 92,000 രൂപ സെൻറ്റിന്, ഒരു സെൻറ്റിന്. അതേസമയം നിങ്ങൾ ഈ പ്രദേശം നിങ്ങൾ ഭൂമി സ്വന്തം വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 10 ലക്ഷം വരെ സെൻറ്റിനുണ്ട്. 10 ലക്ഷം രൂപ ഉള്ള സ്ഥാനത്താണ് നിങ്ങൾക്ക് 90,000 രൂപ സെൻറ്റിൻ്റെ തറവില തരുന്നത്. ഉദാഹരണം ഞാനും ഇതിനിരയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായ എൻ്റെ ഫാമിലി ഇതിനിരയാണ്. ആ പൈസ ഇപ്പം അക്കൗണ്ടിൽ പണം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ചെറിയൊരു സംഖ്യ മാത്രമേ വന്നിട്ടുള്ളൂ. ഇവരെ ഒരു 7 സെൻറ്റ് ഭൂമി തന്നെ 2011 ഒരു ഇത് പറഞ്ഞുകൊണ്ട് 2013 2014 3 ഘട്ടമായിട്ടാണ് 7 സെൻറ്റ് ഭൂമിക്ക് പോലും എന്താക്കിയ വില നിശ്ചയിച്ചത്. 1,56,000 രൂപയാണ് എല്ലാം കൂടി. അത് പലിശ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ 6 ലക്ഷം 7 ലക്ഷം രൂപ എന്തുണ്ട് ഭൂമിക്ക് വിലയുണ്ടെന്ന് വസ്തുതയാണ്. അങ്ങനെ നോക്കുമ്പോൾ പലരും എന്താണ് ഒരു കുടിലില്ലാത്ത ആളുകൾക്ക് ഇവിടെ സർക്കാരൊക്കെ പറഞ്ഞ് മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ വീടുള്ളവനെ അടിച്ച് പുറത്താക്കുന്നതാണ് യഥാർത്ഥം സംഭവിക്കുന്നത്. കാലാകാലമായി വീട്ടിൽ അന്തി ഉറങ്ങിയ ആളുകൾ, പ്രത്യേകിച്ച് പ്രായമുള്ള 80 90 വയസ്സുള്ള ആളുകൾ എന്തുണ്ട് ഇവിടെ പോകുമ്പോൾ അവരുടെ കണ്ണുനീർ വളരെയധികം വലുതാണ്. പ്രദേശത്ത് നിന്ന് അവർ ജീവിച്ച് വളർന്ന ചുറ്റുപാടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു പ്രയാസം മാത്രമല്ല, ഈ പണം കൊണ്ട് അവർക്ക് രണ്ടും നേടിയെടുക്കാൻ സാധിക്കാത്തവരാണ് 90%. മറ്റ് മാർഗമൊന്നുമില്ലാത്ത പൂർവികമായി മറ്റെന്തെങ്കിലും സ്ഥലം കിട്ടാത്തവരൊക്കെ തന്നെ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ഇവരുടെ ദയനീയ അവസ്ഥ കണ്ടുകൊണ്ട് മതിയായ നഷ്ടപരിഹാരവും പാക്കേജിൽ പറഞ്ഞ പ്രകാരം അവർക്ക് ആദ്യമേ കൊടുക്കണം. വീട് എടുത്ത് കഴിഞ്ഞിട്ടല്ല കൊടുക്കേണ്ടത്. ഈ പണം വീട് വിട്ട് പറയുമ്പോൾ വാടകയ്ക്ക് ഇപ്പോൾ സമൂഹത്തെ അറിയാം, ഡെപ്പോസിറ്റ് വേണം, വലിയ വാടക കൊടുക്കണം, അതായത് വലിയ വില കൊടുത്ത് ഭൂമി വേണം. അതാണ് എനിക്ക് പറയാനുള്ളത്. 2011 ഭൂമി ഏറ്റെടുത്തിരിക്കുന്നതിൻ്റെ വില പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഏകദേശം 5 മുതൽ 6 ലക്ഷം വരെ കിട്ടുന്ന ഭൂമിക്ക് എല്ലാ കോമ്പൻസേഷനും എല്ലാ പാക്കേജും അടക്കം ഒരാൾക്ക് നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഭൂമിക്ക് കിട്ടുന്നത് 1,75,000 രൂപ മാത്രമാണ്. അതേസമയം ആ പൈസ കൊണ്ട് ഈ നാട്ടിൽ എവിടെയും നമുക്ക് ഒരു ഭൂമി ഈ നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് കണ്ടെത്താനാവില്ല. അത് വേറൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും നഷ്ടപ്പെടുന്നവർക്ക് പുനരധിവാസ പാക്കേജ് മറ്റ് പാക്കേജുകളെന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും എപ്പോൾ പുനരധിവാസ പാക്കേജ് നൽകുമെന്നോ ഈ കോമ്പൻസേഷൻ്റെ സമയത്ത് അത് നൽകാൻ അവർ തയ്യാറല്ല, അതിനെക്കുറിച്ച് സംസാരിക്കാനോ അവർ തയ്യാറല്ല. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വഞ്ചിക്കുക. ഈ ഉദ്യോഗസ്ഥന്മാരും മറ്റിതിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ആളുകളെല്ലാം ജനങ്ങളെ പരമാവധി വഞ്ചിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ പണം ഇന്ന് ബാങ്കിലേക്ക് എത്തിയിട്ടില്ലാത്ത ആളുകളുടെ വീടുകൾ പോലും ഇവിടെ പൊളിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ അന്യായമായിട്ടുള്ള നടപടികളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊളിച്ചിരിക്കുന്ന വീടുകളൊക്കെ ഇപ്പം ബാങ്കിലേക്ക് നിങ്ങളുടെ പൈസ ഇന്ന് തന്നെ ആവും, ഇപ്പം തന്നെ പൊളിക്കണം, അങ്ങനെ ചില ആളുകൾ അപ്പോൾ സമ്മതിച്ച് വ്യക്തമായിട്ട് ഇന്ന് ആവുമായിരിക്കും. ഇപ്പോൾ ചില പേപ്പറുകളൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട്. അതായത് പണം പോലും കൊടുക്കാതെയാണ് അവരുടെ വീടുകൾ പൊളിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഞ്ചനാപരമായ രീതിയിലേക്ക് എങ്ങനെയൊക്കെ ജനങ്ങളെ വഞ്ചിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ വഞ്ചിച്ചുകൊണ്ടാണ് ഇവരിവിടെ ഈ നാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഇത് പൊളിക്കാൻ തുടങ്ങിയല്ലോ അല്ലേ? ഇത് പൊളിക്കാൻ തുടങ്ങിയല്ലോ. ഇപ്പോൾ എന്താ നിർത്തിവെച്ചതാ പണി? ഇന്ന് ഡെപ്യൂട്ടി കളക്ടർ വിജയൻ സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു 2 ആഴ്ചനെ കൊണ്ട് കഴിച്ചാൽ മതി. പക്ഷേ വടകര തഹസിൽദാർ ബലമായിട്ടെല്ലാം ഒരു സാവകാശം തരാതെ പൊളിച്ചാണ് ബുൾഡോസർ ഉപയോഗിച്ചിട്ട്. നിങ്ങളെന്താ ചെയ്യുന്നത്? ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. നിങ്ങളെ വീട്ടിലാരാ ഉള്ളത്? അമ്മയും ഭാര്യയും 2 കുട്ടികളും ഒരു സുഖമില്ലാത്തൊരു പെങ്ങളുണ്ട്. അവരെ നമുക്ക് കാണാലോ. ഇതാണ് എൻ്റെ കഴിയാത്തൊരു പെങ്ങൾ. ഇവരെല്ലാം കൊണ്ടാണ് വാടകയ്ക്ക് മാറുന്നത്. ഇവർക്ക് കണ്ണ് കാണൂല അല്ലേ? നടക്കാൻ കഴിയില്ല. ഓ
അപ്പോൾ നടക്കാൻ കഴിയില്ല അല്ലേ? ഒന്നും കഴിയില്ല. ആ